ഇനിയൊരു ദീപക് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അത് പറയും. ചെയ്യേണ്ടത് ഞാൻ പറയാം. അത് പറയണമെങ്കിൽ ഇനി വരുന്ന തലമുറകൾ ഇത്തരം വിഷയങ്ങളിൽ വരാതിരിക്കണമെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കുട്ടികളോട് ഇത്തരം വിഷയങ്ങൾ ഇടപെടുകയും അങ്ങനെയല്ല പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് പറഞ്ഞ് ആ രാത്രി ദീപക് മാഡത്തിനെ വിളിച്ചു. ആ രാത്രി ദീപക് മാഡത്തിനെ വിളിച്ചെങ്കിൽ മാഡം എന്ത് പറയും? ഞാൻ സപ്പോർട്ട് ചെയ്യും. മാഡം വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്താൽ മതിയോ? മാഡം വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്താൽ മതിയോ? അവർക്ക് എന്തെങ്കിലും നിയമ സംവിധാനം വേണ്ടേ? അതിനാണ് പുരുഷ കമ്മീഷൻ. അത്രേ ഉള്ളൂ. ആ രാത്രി മാഡത്തെ വിളിച്ചാൽ മാഡത്തിന് അല്ല ഒരു സെക്കൻഡ്, ആ രാത്രി ദീപക് മാഡത്തെ ഓനെ ദീപക്കെ പേടിക്കണ്ട, ഒരു പുരുഷ കമ്മീഷൻ ഉണ്ട് എന്ന് പറയാൻ കഴിയണം. സമ്മതിക്കണ്ടേ? ഞാൻ പറയുന്നത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി ക്ലാസ് തലത്തിൽ തന്നെ അവർക്ക് ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കണം. ഒന്ന്. രണ്ടാമത്തെ, കോളേജുകളിലും സ്കൂളുകളിലും തന്നെ നല്ല കൗൺസിലിംഗ് നടത്തണം. അല്ലാതെ ഇപ്പൊ നിരവധി ആത്മഹത്യകളാണ് കുട്ടികൾ ചെയ്യുന്നത്. ഈ സമൂഹം തന്നെ ഒരു ക്രിമിനലുകളുടെ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും കൊച്ചു കുട്ടികളും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തല്ലി മരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിനുള്ള കൗൺസിലിംഗ് നടത്തണം കോളേജുകളിലും സ്കൂളുകളിലും. അങ്ങനെയുള്ള അതാണ് വേണ്ട. അല്ലാതെ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനി അടുത്ത ഇതൊക്കെ ടേക്കപ്പ് ചെയ്യാനാണ് മാഡം ഈ പറഞ്ഞ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാനാണ് വനിതാ കമ്മീഷനും പുരുഷ കമ്മീഷനും. അതെ മാഡം ഈ പറഞ്ഞത് ടേക്കപ്പ് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ. മാഡം പറഞ്ഞത് പറയട്ടെ, ഇവര് മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന പിള്ളേരായിരിക്കുന്നു മുഴുവൻ. നല്ല ബോധമുള്ള പിള്ളേരായിരിക്കുന്നത്. ഇവർക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ കൊടുത്താൽ നല്ലത്. അതിനേക്കാൾ ഉപരി ബസ്സാവുമ്പോൾ ബസ്സിൽ കയറുമ്പോഴും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും സ്ത്രീകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബസ്സിൽ ഇങ്ങനെ ആകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ മുഴുവൻ പുരുഷനെ അടച്ചാക്ഷേപിക്കരുത്. ഒരു ബ്രേക്ക് ഒരു ഡ്രൈവർ ചവിട്ടി കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ പുറകെ വന്ന് ഒരു പുരുഷൻ അടിച്ചാൽ പീഡനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പുരുഷൻ അവർക്ക് പറയാനുള്ള ഒരു വേദിയാണ് പുരുഷ കമ്മീഷൻ. അവർക്ക് അങ്ങനെ പറയാനുള്ള ഒരു വേദി മാത്രമേ കാലമായിട്ട് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്ത കേസുകളിലൊക്കെ ഞാൻ പോയി നേരിട്ട് കണ്ട ആളാണ്. വളരെ വർഷങ്ങളായി 45 വർഷത്തില് 45 വർഷത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.